അപ്പോൾ നമുക്കറിയാം DYFIയുടെ സംസ്ഥാന സമ്മേളനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി നമ്മുടെ നേതാവ് ഗോവിന്ദൻ മാഷ് പുതിയ ചില നിർദ്ദേശങ്ങളും പ്രായപരിധി നിർണ്ണയിക്കലും ഒക്കെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എത്രയും പെട്ടെന്നൊരു ഭരണമാറ്റം അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നേതൃമാറ്റം ഉണ്ടാകണമെന്നാണ് DYFIക്കാർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഇത്രയും വർഷക്കാലം എടുത്ത് പരിശോധിക്കുമ്പോൾ DYFI എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് എന്ത് ചലനമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അധികം ഇന്ന് സമ്മേളന നഗരിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇപ്പോൾ നമുക്കറിയാം, രാജ്യത്തെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് ജൻസികളുടെ സമരം. അതായത് CJP എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഈ നാട്ടിലെ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ അവിടെ നടത്തിയ ഒരു സമരം. അതുപ്രകാരം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് വലിയ തോതിൽ അതൊരു രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറുകയും രാജ്യത്ത് എമ്പാടുമുള്ള ചെറുപ്പക്കാർ അതിൻ്റെ പിന്നാലെ അണിനിരക്കുകയും ചെയ്തു. അതൊരു വലിയ ഒരു മാസീവ് പ്രോജക്റ്റായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ആ സമരത്തിന് മുൻപിൽ കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വരികയും ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് രാജിവെച്ചൊഴിഞ്ഞു പോകൂ എന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. ഏറ്റവും ഒടുവിൽ രാജ്യത്ത് വലിയ ചർച്ചാ വിഷയമായി ഇവരുടെ ഒരു ഏകദാനത മാറുകയും ചെയ്തു. അവരുടെ ഒരു ഐക്യത്തെക്കുറിച്ച് ചർച്ച വന്നു. അങ്ങനെ ജൻസി എന്ന് പറയുന്ന അല്ലെങ്കിൽ CJP എന്ന് പറയുന്ന പാറ്റകൾ എന്ന് പറയുന്ന ഒരു പുതിയ വിഭാഗം നമ്മുടെ രാജ്യത്ത് ഉടനീളം ശ്രദ്ധാകേന്ദ്രമായി മാറി. ജൻസികൾക്ക് ഏറ്റവും താല്പര്യമുള്ള പാറ്റ എന്ന് പറയുന്ന ഒരു വിഭാഗമായി അവരറിയപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ സാമൂഹ്യ പ്രതിപത്തിയുള്ള അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ യുവജന സംഘടന എന്നുള്ള നിലയിൽ DYFI ആയിരുന്നില്ലേ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്? എന്നാൽ DYFI ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും നീക്കം നടത്തിയിട്ടുണ്ടോ? അതായത് നമ്മൾ DYFIയെ സംബന്ധിച്ചിടത്തോളം DYFI ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ ഒരു വലിയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അതായത് ഏതൊരു വിഷയത്തെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കാനും ആധികാരികമായി വിവരങ്ങൾ പുറത്തേക്ക് വിടാനും കഴിവുള്ളവരാണ് അക്ഷരാർത്ഥത്തിൽ DYFI എന്നാണ് പൊതുവെയുള്ള ഒരു വെയ്പ്പ്. എന്നാൽ യൂത്ത് കോൺഗ്രസിനെ അങ്ങ് തഴഞ്ഞിട്ടേക്കുന്ന രീതിയാണ്. ആ യൂത്ത് കോൺഗ്രസിനെ കൊണ്ടൊരു കഴമ്പുമില്ല, യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് രാജ്യത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല, യൂത്ത് കോൺഗ്രസ്സുകാർ കഴിവുകെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിനെ അടച്ചാക്ഷേപിച്ച് ഇടുന്ന നേതാക്കന്മാർ കോൺഗ്രസിൽ തന്നെയുണ്ട്. നമുക്കറിയാം, രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിനെ അടിമുടി പരിഹസിച്ച കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. VM സുധീറിനെ പോലുള്ള ശക്തനായ ഒരു നേതാവും യൂത്ത് കോൺഗ്രസിനെ അപഹസിക്കുന്ന ഒരു രീതിയിലേക്ക്, കുറ്റം പറയുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം PJ കുര്യൻ എന്ന് പറയുന്ന ഒരു നേതാവും മുതിർന്ന നേതാവും യൂത്ത് കോൺഗ്രസിനെ അടച്ചാക്ഷേപിച്ചിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് DYFI എന്ന് പറയുന്ന ഒരു സംഘടനയെ യൂത്ത് കോൺഗ്രസുമായി താരതമ്യം ചെയ്യുകയും യൂത്ത് കോൺഗ്രസിനെ തള്ളിക്കളയുകയും ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ DYFI ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരൊറ്റ പേരിൽ മാത്രമാണ്. തന്നെയുമല്ല, അതുകൂടാതെ ഒരു സംഘടനാ പാഠവും DYFIക്കുണ്ട്. അതായത് ആളുകളെ സംഘടിപ്പിക്കാനും പരിപാടികൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനും കഴിയുന്ന ഒരു രീതി എപ്പോഴും DYFI പുലർത്തിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് സംഘടനാപരമായിട്ടാണെങ്കിലും അല്ലാതെയും ഈ പറയുന്ന നടപടിക്രമങ്ങളിലൂടെയൊക്കെ DYFIയെ പുകഴ്ത്താൻ കോൺഗ്രസ് നേതാക്കന്മാർ പോലും തയ്യാറായത്. എന്നാൽ അതെല്ലാം ശരി തന്നെ. പക്ഷേ ഇന്ന് DYFIക്ക് അകത്തിരിക്കുന്ന പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ചിന്താഗതിയാണോ ഉള്ളത്? അല്ല. DYFIയിലെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ നിരാശരാണ്. അവർക്ക് നൈരാശ്യമുണ്ട്. ഇനിയിപ്പോൾ ഒരു പുതിയ പ്രസിഡന്റ് വരികയും കൂടെ ചെയ്യുമ്പോൾ അവരെ അത് വല്ലാതെ നിരാശപ്പെടുത്തും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ സംഘടനയെ കൃത്യമായി മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നേതൃത്വമായിരിക്കില്ല ഇനി നിലവിൽ വരുന്നത്. പ്രത്യേകിച്ച് ചിന്താ ജെറോമിനെ പോലുള്ള നേതാക്കൾ നയിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടാൽ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സവിശേഷ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും DYFIക്കുള്ളിൽ ശക്തമായ വിമർശനം ഉണ്ടാകും. അതുമാത്രമല്ല, രാജ്യത്തെ ഏതൊരു സമരപരിപാടിയെയും വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി ഒരുപക്ഷെ ഒരു യുവജന സംഘടന DYFI ആയിരിക്കും. എന്നിട്ട് എന്തുകൊണ്ടാണ് രാജ്യമെമ്പാടും ശ്രദ്ധിച്ച നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് DYFI ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നത്? DYFI ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. DYFI ഇറങ്ങിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമരം ആസൂത്രണം ചെയ്യേണ്ടിയിരുന്നത് SFIയും DYFIയും കൂടി ആയിരുന്നില്ലേ? പക്ഷെ അതുണ്ടായില്ല എന്നുള്ളത് DYFIയുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ തന്നെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമാണ്. പ്രവർത്തകർക്കിടയിൽ അത്തരത്തിലൊരു ശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പ്രവർത്തകർ തന്നെ പറയുന്നു, എന്തിനാ പിന്നെ ഇങ്ങനെ ഒരു സംഘടന?
എല്ലാ ദിവസവും ഈ പറയുന്ന പോലെ പൊതിച്ചോറ് കൊടുത്താൽ മാത്രം മതിയോ? ഇവിടെ രാജ്യത്തുണ്ടാകുന്ന, സംസ്ഥാനത്തിനകത്തുണ്ടാകുന്ന ഏതൊരു ചെറിയ വിഷയത്തിൻ്റെ പേരിലും കൃത്യമായി അതിനെ പ്രതിരോധിക്കാനും സമരമുഖത്തേക്ക് ഇറങ്ങാനും കഴിവില്ലാത്ത നേതൃനിരയെ കൊണ്ട് എന്താണ് കാര്യം? ഇപ്പോൾ DYFIക്ക് പറയാൻ ഒരുപാട്. ഞങ്ങൾ വയനാട് ഫണ്ട് പിരിച്ചു, അവിടെ TV കൊടുത്തു, ഞങ്ങൾ ഇത്ര വീടിന് പണം കൊടുത്തു, 20 കോടി രൂപ കൊടുത്തു എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക്, എന്നൊക്കെയുള്ള ചിന്താഗതികൾ അവതരിപ്പിക്കുന്നതിന് മുൻപ് ഇത് ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ ഒരു ഇടത് സംഘടനയെ വളർത്തുന്നതിനാവശ്യമായ എന്ത് സമീപനമാണ് ചെയ്തത്? ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങളാണ്, അക്ഷരാർത്ഥത്തിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ. അത് DYFIയുടെ ഒരു ഫേസാണ്. ഇത് സന്നദ്ധ സേവനം എന്ന് പറയാൻ പറ്റും. ചോറ് കൊടുക്കുക സന്നദ്ധ സംഘടനകൾ ചെയ്യുന്ന പരിപാടിയാണ്. ഈ പറയുന്ന പോലെ പണം പിരിച്ചിട്ട് വയനാട് ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഫണ്ട് നൽകുക, അവരുടെ വീടുകളിലേക്ക് TV വാങ്ങി കൊടുക്കുക, ഇതൊക്കെ ഒരു സന്നദ്ധ സേവനം എന്നുള്ള നിലയിൽ മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ. ഇപ്പം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് DYFIക്കാർ ടീഷർട്ട് ഇട്ടുകൊണ്ട് ഇറങ്ങുന്നു. എന്താണ് അത്? സേവനമാണ്. അല്ലാതെ ഇതുകൊണ്ട് CPMനോ അല്ലെങ്കിൽ DYFI എന്ന് പറയുന്ന ഒരു യുവജന സംഘടനയ്ക്ക് എന്ത് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഏതൊരു സംഘടനയുടെയും നേട്ടമുണ്ടാക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിപാടിയെ അല്ലെങ്കിൽ ഒരു ജനകീയ സമരത്തെ, ജനകീയ നീക്കത്തെ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുകയും അതിൻ്റെ ഏറ്റവും ഒടുവിലേക്ക് അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ഒരു യുവജന സംഘടനയെ വളരുന്നതിന് പ്രേരിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെ വളരാൻ വേണ്ട ഒരു സാഹചര്യം DYFI ഉണ്ടാക്കിയില്ല. ഈ CJP സമരത്തിൽ തന്നെ നമ്മുടെ AR റഹീമിൻ്റെ ഇടപെടൽ ഒഴിച്ചു നിർത്തിയാൽ ഒരു DYFI നേതാക്കന്മാരും അതിനകത്തേക്ക് ഇറങ്ങി തിരിച്ചില്ല എന്നുള്ളതാണ്. ശരിക്കും ഈ പറയുന്ന പാറ്റകളുടെ സമരം ശരിക്കും DYFI നടത്തേണ്ടിയിരുന്നൊരു സമരമാണ്. അത് അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ DYFIക്ക് ഉണ്ടാകുമായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണം, അത് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു. ദേശീയ തലത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും. ഒരു യുവജന സംഘടനയ്ക്കും കഴിയാത്തത് ഇവിടെ DYFI പോലൊരു യുവജന സംഘടനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. ഒരു സംഘടനയ്ക്കും കഴിയാത്തത് SFI പോലെയുള്ള ഒരു സംഘടനയ്ക്ക് കഴിഞ്ഞിരുന്നു. അപ്പം ഈ രീതിയിൽ വിമർശനാത്മകമായി തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്ന സമ്മേളന പ്രതിനിധികൾ ഓരോരുത്തരും ഈ സംഭവത്തെ കാണുന്നത്. ഈ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ എന്താ സംഭവിച്ചത്? AR റഹീം അവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അല്ലാതെ ഇത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ആ ജൻസി സമരം DYFIയുടെ സമരമായി അവകാശപ്പെടാൻ കഴിയുമോ? ഇടതുപക്ഷത്തിൻ്റെ വിജയമായിട്ട് അവകാശപ്പെടാൻ കഴിയുമോ? ഇല്ലേ, ഇല്ല. അത് CJP എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ വിജയം മാത്രമാണ്. ഇവിടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചപ്പോൾ ഇവിടെ DYFIക്കല്ല ക്രെഡിറ്റ് പോകുന്നത്. ക്രെഡിറ്റ് ഗോസ് ടു CJP. അല്ലാതെ DYFIക്ക് യാതൊരു ഗുണം ഉണ്ടായില്ല. ഏറ്റവും അവസാനം ഐഷ ഘോഷി എന്ന് പറയുന്ന SFIയുടെ ദേശീയ നേതാവിനെ എടുത്തുയർത്തിക്കൊണ്ട് നടന്നു. അതല്ലേ പിന്നീടുണ്ടായത്. ഐഷ ഘോഷിയെ AKG ഭവനിൽ വന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ശക്തമായ എതിർപ്പുമായി മുന്നോട്ട് പോയി. അതല്ലേ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത്. അല്ലാതെ എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ DYFIയുടെയോ SFIയുടെയോ ഒരു ഇതുണ്ടായോ? അതിനെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് DYFI ഇവിടെ വളരാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന ഒട്ടുമിക്ക DYFI പ്രവർത്തകർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ശക്തമായി വിമർശനമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ DYFI മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ചിന്താ ജെറോം ഇനി അധികാരം ഏറ്റെടുക്കുകയാണെങ്കിൽ ചിന്താ ജെറോം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പൊതിച്ചോറ് കൊടുക്കുന്ന അല്ല DYFIയുടെ യഥാർത്ഥ പണി എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക നല്ലതായിരിക്കും. പറ്റുമെങ്കിൽ ഡയറിയിൽ ഒന്ന് കുറിച്ചിട്ടോളൂ.